വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണ്. ഇതിപ്പം സലാലെ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. എന്തെങ്കിലുമൊക്കെ സൗണ്ടിന് പ്രശ്നം കാണും. ബാക്കിൽ കുറേ വണ്ടി ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പൊക്കോണ്ടിരിക്കുന്നതിൻ്റെ പ്രശ്നമൊക്കെ കാണും. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സീനറി കണ്ടപ്പോൾ നിർത്തി കേട്ടോ. നമ്മുടെ കേരളം പോലെ അതിമനോഹരമായൊരു സ്ഥലം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കാറ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് നമ്മുടെ ലൊക്കേഷനിലോട്ട് പോവാണ്. പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ആ കോടമഞ്ഞിനകത്തൂടെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കുറേ ഒട്ടകങ്ങൾ നിൽക്കുന്ന കാണാം. കണ്ടോ, കുറേ അധികം നിൽപ്പുണ്ടെന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എത്തി. നമ്മൾ ഫസ്റ്റ് പോയത് ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റിയിലാട്ടോ. ഇവിടെ വണ്ടിക്ക് ഡ്രൈവറിൻ്റെ ആവശ്യമില്ല. ഇവിടെ വണ്ടി തന്നെ കയറ്റും കയറും. ഞാൻ വണ്ടിക്കകത്തിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന കേട്ടോ. ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ ആ വീഡിയോ കാണിക്കാം കേട്ടോ നിങ്ങളെ. ഇപ്പം നിങ്ങൾക്കിത് ക്ലിയറായിട്ട് കാണാൻ പറ്റും. ആ കയറ്റത്ത് തന്നെയാണ് ആ വണ്ടി പോകുന്നത്. അച്ഛൻ വെറുതെ തന്നെ തിരിക്കുന്നേ ഉള്ളൂ, ഡ്രൈവ് ഒന്നും ചെയ്യുന്നില്ല, തന്നെത്താൻ കയറി പോകുന്നതാണ്. ഇത് പല യൂട്യൂബേഴ്സും അവരുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ എനിക്കത് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളെയും കൂടെ കാണിക്കാൻ തോന്നി. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതേ റോഡിലൊരു ക്യാമൽ, അതിൻ്റെ അടുത്ത് പോയി ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് അമ്മ പോയി ഒന്ന് ഫോട്ടോ എടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ അങ്ങോട്ടുള്ള യാത്ര കുറച്ച് കുന്നും മലയും പച്ചപ്പ് നിറഞ്ഞായിരുന്നു. കുറച്ച് നേരം ഈ പച്ചപ്പ് കണ്ട് പിന്നെ അങ്ങോട്ടൊരു കാടിനകത്തോട്ടുള്ള യാത്രയായിരുന്നു. കാടിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയ്ക്കൊടുവിൽ നമ്മൾ രണ്ടാമത്തെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഒരു വാട്ടർഫോൾ കാണാനാണ് വന്നതെങ്കിലും നമ്മളെ വാട്ടർഫോൾ ചതിച്ചു. അവിടെ വെള്ളച്ചാട്ടം തുടങ്ങിയിരുന്നില്ല. പക്ഷേ കാണാൻ നല്ല സ്ഥലമായതിനാൽ നമ്മൾ അവിടെ നിന്ന് കുറേ അത് ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ ധാരാളം സ്നേഹപ്രകടനങ്ങൾ പല ജീവികളിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ഇനി ഇവിടെ വന്നിട്ട് കുത്തും കാഴ്ച പോലെ എനിക്കറിയില്ല. ഭയങ്കര മനോഹരമായിട്ടൊരു സ്ഥലം. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇവിടുന്ന് വെള്ളം, ഇവിടെ വാട്ടർഫോൾ ഉണ്ടെന്നാണ് പറയുന്നത്. കുട്ടികൾ ഇതിനകത്ത് വന്നിട്ടില്ല ഇതുവരെ. വാട്ടർഫോളൊക്കെ നല്ല രസമാണെന്ന് പറയുന്നത്. ചെറുതായിട്ട് മഴ പെയ്യുന്നു, നല്ല ഭംഗി. ഞങ്ങൾ ഇങ്ങോട്ട് ഒരു ആക്സിഡൻറ്റ് കേസ്, അത് ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ തൊട്ട് ഫ്രണ്ടിൽ അച്ഛൻ തിരിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അതിനകത്ത് പെട്ടുപോയത്. ഒരു വീഡിയോ എടുക്കാൻ ഇങ്ങനെ വന്നപ്പോൾ ടപ്പ് ചെയ്യുന്നൊരു സൗണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചു. പക്ഷേ ആർക്കൊന്നും പറ്റിയില്ല, കുഴപ്പമൊന്നുമില്ല. വണ്ടിക്കൊക്കെ കുറച്ച് പ്രശ്നമുള്ളായിരുന്നു. നമ്മളോട് അതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് രക്ഷപ്പെട്ട് ഞാൻ പോകുന്ന കഴിക്കാം. വണ്ടി അകത്തിന് കിടപ്പുണ്ട്, ഞാൻ കാണിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ആക്സിഡൻറ്റ് നടന്നത് ഈ വളവിനായിരുന്നു. ആ കിടക്കുന്നതാണ് ഒരു വണ്ടി. മറ്റേ വണ്ടി കൊണ്ടുപോയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി കുന്നും മലയൊക്കെ താണ്ടി വരുന്ന വഴിക്കാണ് ഈ സാധനം കണ്ടത്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇത് ഓടിക്കുക എന്നത്. അങ്ങനെ ഞാൻ ഈ യാത്രയിൽ അത് സാധിച്ചു. 10-15 ലക്ഷം രൂപയുടെ വണ്ടി ഓടിക്കുന്നത് നമ്മളോടാ. ഇവന്മാര് ചോദിക്കുന്നത് വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ഇതിന്റെ ബ്രേക്ക് എവിടെയെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. പിന്നെ ഒരു ബീച്ച് റോഡിൽ കൂടെയുള്ള സമാധാനപരമായ യാത്രയായിരുന്നു. കോട കൊണ്ട് മൂടിക്കിടക്കുന്ന ബീച്ച് കണ്ടപ്പോൾ ഇറങ്ങാതിരിക്കാൻ നമുക്ക് തോന്നിയില്ല. അങ്ങനെ അവിടെയും ഇറങ്ങി. നമ്മളങ്ങനെ ഇവിടുത്തെ ബീച്ച് ഫുള്ള് കോടമഞ്ഞാണ് ഗൈസ്. നമ്മുടെ അവിടുത്തെ പോലെ വെയിലല്ല ബീച്ചിലായിരുന്നു. നല്ല കോടമഞ്ഞ്, കോട കൊണ്ട് ഫുള്ള് മറ്റേ മൂടി നിൽക്കുന്ന പോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നടക്കാനും ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഭയങ്കര ഹാപ്പിനെസ് തോന്നി. അങ്ങനെ ബീച്ചിലെ നടത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു ദാഹം. ഈ കട കണ്ടപ്പോൾ പെട്ടെന്ന് നാട്ടിലെത്തിയൊരു ഫീലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഓരോ കരിക്കും വെള്ളമൊക്കെ കുടിച്ചിട്ടായിരുന്നു പിന്നുള്ള യാത്ര. അങ്ങനെ യാത്രക്കൊടുവിൽ അതിമനോഹരമായ അടുത്ത സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ കാഴ്ചകൾ കണ്ട് നടപ്പ് ആരംഭിച്ചു. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അങ്ങ് ഏറ്റവും വരെ പോകണം. നന്നായിട്ട് നടക്കാനുണ്ട്, പക്ഷെ നല്ല രസമാണ് കേട്ടോ നടക്കാൻ. ആ ദൂരെ കാണുന്ന കോടയും മേഘവും കൊണ്ട് മറഞ്ഞു നിൽക്കുന്ന മലനിരകൾക്കരികിൽ വരെ നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കാഴ്ചകൾ കണ്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് കുറേ അധികം ആൾക്കാർ കുടുംബമായി വന്നിരുന്ന ആ വൈകുന്നേരം അവിടെ ചിലവഴിക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ ദൂരോട്ട് നോക്കിയപ്പോൾ ഒരു കുട്ടി ഒരു കുതിരപ്പുറത്ത് കയറിയിരുന്ന് സവാരി ചെയ്യുന്നു. അത് കണ്ടപ്പോൾ എനിക്കും കുതിരപ്പുറത്ത് കയറിയേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഓടിപ്പോയി ചാടി ആ കുതിരപ്പുറത്ത് കയറി. വെറുതെ ആട്ടോ, ചാടിയൊന്നും കയറിയില്ല, പൊക്കി കയറ്റി എന്ന് വേണം പറയാൻ. നമുക്ക് കയറാൻ ആഗ്രഹമല്ലേ ഉള്ളൂ, കയറാൻ അറിയത്തില്ലല്ലോ. അങ്ങനെ അച്ഛൻ എന്നെ പൊക്കി കയറ്റി. പിന്നെ കുറച്ച് നേരത്തേക്ക് ഒരു പടയോട്ടമായിരുന്നു.
ഈ കുതിരയെ നീ എങ്ങനെ നിർത്തൂടാ? വെള്ളം കാണിച്ചാ മതിയടാ. വെള്ളം കണ്ട കുതിര നിക്കൂ. കേട്ടിട്ടില്ലേ? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിക്കും കുതിരാന്ന്. ഈശ്വര, ഇങ്ങനൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുക. ചേട്ടാ സൂക്ഷിച്ച് നീ ആ തൂണ് കണ്ടാ? ഞാൻ കണ്ടു, പക്ഷെ കുതിര കണ്ടോന്ന് അറിയില്ല. നിന്നടാ. ഇങ്ങനെ പടയോട്ടമൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ കുതിരയും വന്നു. പിന്നെ സ്ഥിരമുള്ള കാഴ്ച, കുറച്ച് നേരം കുതിരയുടെ കൂടെയുള്ള കുറച്ച് ഫോട്ടോഷൂട്ട്. അതുകൂടെ ആയപ്പോൾ ശുഭം എൻ്റെ കുതിര നന്നായിട്ട് സഹകരിച്ച് കേട്ടോ. അങ്ങനെ പിന്നെയും ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പ്രയാണം ആരംഭിച്ചു ഗൈസ്. അങ്ങനെ കുറച്ചധികം നേരത്തെ കാൽനട യാത്രക്കുള്ളിൽ നമ്മളവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. അവിടെ ചെന്ന് നിന്നപ്പോൾ ആ കാഴ്ചകൾ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഓരോ തിരമാലകളും ആ കൂറ്റൻ പാറമേൽ വന്നടിക്കുന്നത് കാണാനും കേൾക്കാനും വല്ലാത്തൊരു ഫീലായിരുന്നു. പിന്നെ അവിടെ നിന്നും എടുത്തു കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ. ഞാൻ കുറേ നേരം ആ വലിയ തിരമാല നോക്കി ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ നിൽക്കുമ്പോൾ അത് വരില്ല. ഞാനങ്ങോട്ട് ഫോൺ മാറ്റുമ്പോൾ അത് വരും. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാൻ കേട്ടു. ചെറുതായിട്ട് ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് ഇപ്പോൾ ഒരു തിരമാല വരും. ഇതല്ല, ഈ പാറയുടെ അടിയിൽ കൂടെ വെള്ളം മേപ്പോട്ട് ഭയങ്കര ഫോഴ്സിൽ വരുന്ന കണ്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അത് അവിടെ ചെന്ന് തന്നെ ഇന്ന് ആസ്വദിക്കണം. ഈ വീഡിയോസിലൂടെ കാണുന്നൊന്നും അല്ലാതെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ആ പാറയുടെ അടി ഫുള്ള് ഹോൾ, അങ്ങനെയാണ് ഈ വെള്ളം മേപ്പോട്ട് വരുന്നത്. കാണാൻ വല്ലാത്തൊരു ഫീലായിരുന്നു. എന്നിട്ട് ഇങ്ങനെ മേളിലോട്ട് വരുമ്പം കാറ്റുകൊണ്ട് നമ്മുടെ മുഖത്ത് ആ ഉപ്പുവെള്ളം വീഴുമ്പോൾ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ്, അത് മാത്രമല്ലായിരുന്നു ഒരു പ്രശ്നം. ബാക്കി നല്ല രസമായിരുന്നു അവിടെ നിൽക്കാൻ. പിന്നെ ഞാൻ അവിടെ നിന്ന് മറ്റേ സ്ട്രോബെറിയും ചോക്ലേറ്റും കൂടെയുള്ള അത് വാങ്ങിച്ച് കഴിച്ചു. അത് ഗ്രീൻ കളർ കാണുന്ന പിസ്ത കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് അവിടെ നിന്ന് മൊത്തം ആസ്വദിച്ച് കഴിച്ചു. നമ്മൾ തിരിച്ചിറങ്ങാണ് ഗൈസ്. ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് യാത്രയായി. പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തില്ല. അപ്പോഴത്തേക്ക് നൈറ്റായി. പിന്നെ നേരെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ ഇരിക്കുകയാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി ഫുഡ് കഴിക്കുക, റൂമിൽ പോവുക, ഉറങ്ങുക. ബൈ.